അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചിട്ട് പഠിക്കാം. തഹജ്ജുദ് നിസ്കാരം ചെന്നെങ്കിൽ അത് എപ്പോൾ നിസ്കരിക്കാനായത്, ടൈമു, ആ തഹജ്ജുദ് നിസ്കാരത്തെ ടൈമു, എത്ര റക്അത്ത്, ഇൻഷാ അല്ലാഹ് അതൊന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അത്തഹജ്ജുദു ഹുവ തനഫുലു ലൈലം ബഅദ ഫഅലിൽ ഇശാഇ വബഅദ النوമി വലാ ഹദ്ദ ലിഅദദി റക്അത്തിഹി. ഇപ്പോൾ തഹജ്ജുദ് നിസ്കാര ಅದರ ಟೈಮು, ಆ ನಿಸ್ಕಾರത്തെ ಟೈಮು ഇശാ നിസ്കരിച്ചാൽ പിന്നെ ഒരു ഉറങ്ങണം. ഇശാ നിസ്കരിച്ച് മയ്യാവില്ല. ഇശാ നിസ്കരിച്ചിട്ടായിട്ട് ഒരു കുറേ നേരം ഉറങ്ങിയിട്ട് പിന്നെ എണീക്കണം. എണിച്ചിട്ട് തഹജ്ജുദ് ടൈം സ്റ്റാർട്ട് ആಯಿತು, പിന്നെ നിസ്കരിക്കാം. ഓക്കെ. തഹജ്ജുദ് ചൊല്ലോ സുന്നത്തായോ നിസ്കാര അള്ളാഹു താലാക്ക് വേനായിട്ട് ನಾನು നിസ്കരിക്കൽ നിയത്താക്കിയിട്ട് നിസ്കരിക്കണം. അങ്ങനെ ಅದರ ಟೈಮ್ ಸ್ಟಾರ್ಟ್ ಆಗೋದು ഇശാ നിസ്കരിച്ചിട്ട് വറക്ക് ഉറങ്ങിയിട്ട് എഞ്ച് സാത്തിಗೆ ಸ್ಟಾರ್ಟ್ ಆಗೋದು. ಅದರ ಟೈಮು ಲಾಸ್ಟ್ ಆಗೋದು ಸುಬೇ ബാങ്കിക്ക് തെല്ലു മുന്നോട്ട്. ഓക്കെ. അത്രത്തോളം അതിൻ്റെ ടൈം ഇക്കില്ല. പക്ഷേ ഏതായാലും പുറത്ത് ഉറങ്ങില്ല, ഇശാ നിസ്കരിക്കില്ല, ഉറങ്ങിടമേ ഇല്ല. ഒരു 3 ಗಂಟೆ ಜಾಗ ಎಂಚಿಟ್ಟು ನಾ ತಹಜ್ಜುದ್ ನಿಸ್ಕರಿಕಿಡ ಚೆಲ್ದ ನಿಸ್ಕರಿಕಿಡ ನಿಸ್ಕಾರ ಸಹಿ അവിടെ ഇല്ല. ചെന്നെങ്കിൽ അവിടെ ഉറക്ക് ബൂലണി ഉറങ്ങിയിട്ട് എഞ്ചയ്ക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കാരം അവിടെ ഉറങ്ങിയിട്ട് എഞ്ചെങ്കിൽ. അതല്ലാണ്ട് അവൻ ഉറങ്ങാണ്ട് ഇങ്ങനെ പലക്ക പറഞ്ഞിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഖുർആൻ ഓതിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ടൈം പാസ് ആക്കിയിട്ട് ഉറങ്ങില്ല. അപ്പോൾ അതൊരു ജാവ് നിസ്കരിക്കില്ല. പക്ഷെ അത് തഹജ്ജുദ് നിസ്കാരമാവില്ല. തഹജ്ജുദ് നിസ്കാരമാവണുണ്ടായെങ്കിൽ അവನು തെല്ലായെങ്കിലും അവനക്ക് ഉറക്കി പിടിക്കണം. ഉറക്കി പിടിച്ചിട്ട് പിന്നെ എണീക്കണം. അത് 10 നിമിഷമാവും, അര ഗಂಟೆമാവും, 1 ಗಂಟೆമാവും. തെല്ല ഉറങ്ങിയിട്ട് എണീക്കണം. അതേപോലെ സുബൈ ടൈം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് അവൻ എണിച്ചിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുക ടൈം ആവില്ല. ഇശാ നിസ്കാരത്തിൽ പിന്നെ ആവണം അവൻ ഉറക്ക്. ഓക്കെ. കുറേ ലുഹുർ നിസ്കരിച്ചിട്ട് ഉറങ്ങലുണ്ട്, അല്ലെങ്കിൽ കുറേ ലുഹുർ നിസ്കാരത്തിൽ 3 ഉറങ്ങൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയ സുന്നത്തായവർ ഉറക്കുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുക എഞ്ചാൽമാർ ആ ലുഹാത്ത ടൈമು മതിയത്ത ലുഹുർ ബാങ്കവടേക്ക് കുറേ ടൈമು കുറേ നേരം മുന്നോಲು ഒരു അര ഗಂಟೆ 1 ಗಂಟೆ മുന്നോಲು ചില ഉറങ്ങൽ പ്രത്യേക സുന്നത്തുണ്ട്. അങ്ങനെ ആ ടൈമിൽ എപ്പോഴെങ്കിൽ ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ട് എഞ്ച് സാത്തിന് തഹജ്ജുദ് നിസ്കരിക്കുക അവിടെ ഇല്ല ചെന്നിട്ട് നിസ്കരിച്ചെങ്കിൽ അപ്പം എന്താവില്ല, ആ നിസ്കാരം ആവില്ല, തഹജ്ജുദ് നിസ്കാരം ആവില്ല. തഹജ്ജുദ് നിസ്കാരം ആവുന്നുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಕಂಡೀಷನೇ ഇശാ നിസ്കരിച്ചാൽ പിന്നെ ഉള്ള ഉറക്ക്. ഇശാ നിസ്കരിച്ചാൽ പിന്നെ ഉറങ്ങിയിട്ട് എണീക്കണം, എണിച്ചിട്ട് നിസ്കരിക്കുക. അത് ഉദാഹരണ ഇശാ നിസ്കരിച്ച ഒരപ്പം ഉറങ്ങിയിട്ടൊരു 10 ಗಂಟೆಗೆ 11 ಗಂಟೆಗೆ എണിച്ച അപ്പം നിസ്കരിക്കുക, ತೊಂದರೆಯಿಲ್ಲ. ഇനി എന്തൊക്കെ ഓർത്താൽ ഒരു 4 ಗಂಟೆಗೆ എണിച്ച, അല്ലെങ്കിൽ ഇപ്പം ബാങ്ക് സാധാരണ 5:20 ಯಾರ ಕುರಡಿ ಎಲ್ಲ ഉണ്ട്, 5 ಗೌಡು ಕುರೆ ಮೊತ್ತಲು 4:55 ಗೌಡು ഇങ്ങനെയെല്ലാം ഉണ്ട്. ആ നിലയ്ക്ക് അത് ബാങ്കിൻ്റെ ടൈമിങ്സ് നാച്ചല്ലല്ല ചെന്നെങ്കിൽ ബാങ്കിൻ്റെ ടൈമിങ്സ് ഇപ്പം എൻ്റെ വീട് എവിടെയെല്ലാം പോയിട്ട് എത്തും. അപ്പോൾ ആ റായത്തിലുള്ള ടൈമിങ്സ് ಬೇರೆ ആയിട്ടിക്കോളും. ബട്ട് ബാങ്കിൻ്റെ ടൈമിങ്സ് നാച്ചല്ലല്ല. പക്ഷേ ആ ബാങ്ക് അവിടേക്ക് കുറേ നേരം മുന്നോൽ തോലും ഇക്കിടും. കുറേ നേരം മുന്നോൽ ഒരു 1/4 ಗಂಟೆ മുന്നോൽ എണിച്ചിട്ടപ്പം എന്താക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാര പിന്നെ എത്ര റക്അത്ത് ഉണ്ടില്ല, അത് 2 റക്അത്തും നിസ്കരിക്കുക, എത്ര റക്അത്തും നിസ്കരിക്കുക, ജാവിടി നിസ്കരിക്കുക, ತೊಂದರೆಯಿಲ್ಲ. അതിക്ക് എണ്ണ ഇല്ല. എത്ര റക്അത്ത് നിസ്കരിക്കണമെങ്കിലും ഓക്കെ തഹജ്ജുദ് നിസ്കാര. ಗೊತ್ತಾಯ್ತಾ? ವಲ ಹದ್ದ ಲಿಅದದಿ റക്അത്തിഹി. ಅದರ ആ തഹജ്ജുദ് നിസ്കാരത്തോ റക്അത്തിൽ ഒരു കണക്കും ചെന്നിട്ടില്ല. അത് കൊണ്ടിട്ട് ചുരുങ്ങിയത് ഒരു 2 റക്അത്ത് അങ്ങ് നിസ്കരിക്കണം തഹജ്ജുദ്. ഓക്കെ. പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആർന്നിട്ടെങ്കിൽ ആ ദുആത്ത് അള്ളാഹു ಬೇಗ ഉത്തര തണ്ട പാതര ജാവുകു അല്ലേ.
ആരുമില്ലാത്ത ടൈമിലായിട്ടിക്കര് എല്ലാവരും നല്ല വറക്കിൽ കുറുകെ വലിച്ചിട്ട് ഉറങ്ങുന്ന ടൈമിൽ അള്ളാഹുടെ അടിമ അവിടെ തെഞ്ചിട്ട് അള്ളാഹുക്ക് വേനായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുടോട്ട് ദ്വാരത്തിൻ്റെ ഉത്തര തരാൻ തേക്കുവാമോ അള്ളാഹ്? ഇല്ല, ഒരിക്കലും അള്ളാഹ് ഉത്തര തരാൻ്റെ തേക്കല്ല. അത് കൊണ്ടിട്ട് എല്ലാ ആൾമാരും ಮ್ಯಾಕ್ಸಿಮಮಾയിട്ട് ഇൻഷാ അള്ളാഹ് തഹജ്ജുദ് നിസ്കരിക്കൂ. ಎನಿಕೊನು ಅವತ್ತಲು ಪೆಣ್ಣುಗಳು ಎನಿಪಾಟನು ತಹಜ್ಜುದ್ ನಿಸ್ಕಾರ ಬುಡಗುತ್ತೀರ. തഹജ്ജുദ് നിസ്കാര നല്ല പവർഫുൾ. ಅದರ വിഷയത്തിൽ കുറേ ഹദീസുകളുണ്ട് ആ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റി. അതുകൊണ്ടിട്ട് തഹജ്ജുദ് നിസ്കാര അത് ഞങ്ങൾ ദായമാക്കണോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.